പ്രിയമുള്ള കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷൻ അനാലിസിസ് എന്നാണ്. ഈ ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി സിംപ്ലിഫൈഡ് ഫർദർ ഓർ which are already in the simplest form. Derived quantities are those which can be expressed in terms of the fundamental quantities. ആ ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ട് നമ്മൾ ഈ രണ്ട് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കുക. We have a rectangle here of length 2 meter and breadth 1 meter. Then its perimeter, അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഗിവൺ ബൈ 2 into L plus B equals 2 into 2 plus 1 equals 6 meter. 6 meter ആണ് ഇതിൻ്റെ പെരിമീറ്റർ. ഇതിൻ്റെ കേസിൽ പെരിമീറ്റർ നമ്മൾ സർക്കംഫറൻസ് പറയും. സോ ഇൻ ദാറ്റ് കേസ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് ഗിവൺ ബൈ 2 pi r equals 2 into pi into 2 equals 4 pi so much meters. ഇതാണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ പെരിമീറ്റർ. ഇത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ അതോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ? നമുക്കറിയാം ഇത് രണ്ടും ലെങ്തിൻ്റെ ടേംസിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ല. പെരിമീറ്റർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ഇൻ ടേംസ് ഓഫ് ലെങ്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്വഭാവം വ്യക്തമാക്കുമ്പോൾ അതിന് നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് ആണ് ഉള്ളതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് പെരിമീറ്ററിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ലെങ്തിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് ലെങ്ത് എന്ന് പറയുന്ന അളവിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ടായിട്ടുള്ള വേ ആണ്. ക്യാപിറ്റൽ എഴുതി ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെറുതെ എല്ല് മാത്രം നമ്മൾ എഴുതും. അപ്പോൾ ഇതിൽ സ്വഭാവത്തിന് മാറ്റമില്ല. ആ ക്വാണ്ടിറ്റിയുടെ പെരിമീറ്റർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ സ്വഭാവത്തിന് മാറ്റമില്ല. അത് ലെങ്തിൻ്റെ അതേ സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ല, ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി തന്നെയാണ് ഇത് പെരിമീറ്റർ എന്ന് പറയുന്നത്. കാരണം അത് ഫണ്ടമെൻ്റൽ യൂണിറ്റായ മീറ്ററിൻ്റെ ടേംസിൽ തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ ലെങ്തിൻ്റെ ടേംസിൽ തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് നമ്മളിതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈക്വൽസ് 2 meter into 1 meter ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽസ് 2 meter സ്ക്വയർ. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 meter സ്ക്വയർ ആയിരിക്കും. അതേ സമയത്ത് സർക്കിളിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ഈക്വൽസ് പൈ ഇൻറ്റു 2 സ്ക്വയർ ഈക്വൽസ് 4 pi meter സ്ക്വയർ. 4 pi meter സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റായ മീറ്ററിൻ്റെ നേരിട്ടുള്ള ടേംസ് അല്ല, അതിൻ്റെ സ്ക്വയറിൻ്റെ ടേംസാണ് വരുന്നത്. ഇവിടെ ആ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തു, അതിൻ്റെ സ്വഭാവം മാറി. ഏരിയ എന്ന് പറയുന്ന സ്വഭാവം വന്നു, ലെങ്തിൻ്റെ സ്ക്വയറായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ലെങ്ത്, അതായത് ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അത് ലെങ്ത് എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ലെങ്ത്, അത്രേ ഉള്ളൂ. അപ്പോൾ സ്വഭാവം കൊണ്ട് ആ രണ്ട് അളവുകളും, അതായത് ലെങ്തും ബ്രെഡ്ത്തും ലെങ്ത് തന്നെയാണ്. അതുകൊണ്ട് ലെങ്തായിട്ട് ഏരിയ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഏരിയയുടെ സ്വഭാവം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ടേംസിൽ പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ലെങ്തിൻ്റെ സ്ക്വയർ എന്ന് പറയും. ലെങ്ത് സ്ക്വയർ, ഇതാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അത് ഡയമെൻഷനായിട്ട് പറയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പറയും. എൽ സ്ക്വയറാണ് ഏരിയയുടെ ഡയമെൻഷൻ. അതുപോലെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഇറ്റ് ഈസ് എൽ ക്യൂബ്. ലെങ്തിൻ്റെ ലെങ്താണ്. ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്ന രൂപത്തിൽ പറയുമ്പോൾ അത് ലെങ്തിൻ്റെ ലെങ്താണ്. ഇനി ഇതിൻ്റെ സ്വഭാവം നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ നമ്പറിന് പ്രാധാന്യമില്ല. അതിൻ്റെ അളവിൽ ഇതുപോലെയുള്ള കോൺസ്റ്റൻസിന് പ്രാധാന്യം വരുന്നില്ല. ആ കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഇല്ലെങ്കിൽ, ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്
ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ സമ്മായിട്ടല്ല എക്സ്പ്രസ് ചെയ്യുന്നത്, അഥവാ ഡിഫറൻസ് ആയിട്ടല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. സമ്മോ ഡിഫറൻസോ ആണെങ്കിൽ ആ അളവിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. അപ്പോൾ ലെങ്തിൻ്റെ സമ്മാണ് ലെങ്ത് തന്നെ കിട്ടുള്ളൂ, അതുപോലെ ലെങ്തിൻ്റെ ഡിഫറൻസ് ആണ് ലെങ്ത് തന്നെ കിട്ടുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ ആകുമ്പോൾ ലെങ്തും തമ്മിൽ ഗുണിച്ചാൽ അതിൻ്റെ സ്വഭാവം മാറി ഏരിയ ആയിട്ട് മാറി. അതുപോലെ ഡെൻസിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയമാണ്. സോ ഡെൻസിറ്റി എഴുതുമ്പോൾ മാസ് ബൈ വോളിയം ആയതുകൊണ്ട് ഡെൻസിറ്റി ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബാണ്. അത് ചേർത്ത് നമുക്കതിൻ്റെ സ്വഭാവം ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ml⁻³ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇതാണ് ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാസ് ആൻഡ് ലെങ്ത്. സോ മാസിൻ്റെ 1 എന്ന പവറാണ് ഇവിടെ വന്നിരിക്കുന്നത്, ലെങ്തിൻ്റെ -3 എന്ന പവറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്രോഡക്റ്റ്, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ടേംസിലായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കോഷ്യൻ്റെ ടേംസിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ മാറുന്നത് എന്തുമാത്രമാണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനോ അതല്ലെങ്കിൽ ഇക്വേഷനോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതിൻ്റെ പവേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത്? അതിൻ്റെ സ്വഭാവം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെച്ചുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ നിർവചിക്കാൻ പോകുന്നു. അങ്ങനെ നിർവചിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏതിൻ്റെയൊക്കെ ടേംസിലാണ്, ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? We have studied that there are 7 fundamental quantities and there are 7 fundamental units in physics. They are മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യും. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എം എഴുതും, അല്ലെങ്കിൽ വെറുതെ എം മാത്രം എഴുതും. ഇതാണ് മാസിൻ്റെത്. Then dimensions of length is L and dimensions of time is capital T. Then dimensions of electric current dimension ആംബിയറിൻ്റെ അതേ സിമ്പിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ A എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ദ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, അതാണ് K. ഇതാണ് ആ ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻസ് പറയുന്നത്. ദെൻ ലുമിനസ് ഇൻറ്റൻസിറ്റി ഡയമെൻഷൻ, അത് CD, ക്യാൻഡില എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ആ എക്സ്പ്രഷൻ ഷോർട്ട് ഫോമായ CD തന്നെയാണ് ഡയമെൻഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ്, ദറ്റ് ഈസ് മോൾ, MOL എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡയമെൻഷൻസ് ഓഫ് 7 ഫിസിക്കൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ദേ ആർ മാസ്, ലെങ്ത്, ടൈം, ദെൻ ഇലക്ട്രിക് കറണ്ട്, ദെൻ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, luminous intensity and amount of a substance. These are the 7 fundamental quantities in physics and their dimensions are expressed respectively by these letters written within square brackets. Okay, അതാണ് ഡയമെൻഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു, അതായത് a derived physical quantity always depends upon the power of the fundamental quantities. So the dimensions of a physical quantity are the powers to which the fundamental quantities are raised to represent the physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് to represent the physical quantity. Examples are area is represented by L square, then volume by L cube, density by m L⁻⁻3, then displacement by L, distance by L. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസൊക്കെ സെയിം ആണ്. ബട്ട് ആംഗിൾസ് ഡു നോട്ട് ഹാവ് ഡയമെൻഷൻസ്. ആംഗിൾസിന് ഡയമെൻഷൻ ഇല്ല, കാരണം ആംഗിൾ ഈസ് ഗിവൺ ബൈ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇപ്പോൾ ലെങ്ത് ബൈ ലെങ്ത് ആണ്. സിമിലർ ആയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആയിട്ട് വരുന്നതുകൊണ്ട് ഡയമെൻഷൻ ലെസ് ആണ് ഇത് ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് അത് ഡയമെൻഷൻ ഇല്ലാത്തതാണ്. ലോഗരിതമിക് ഫങ്ഷൻസ് ഡയമെൻഷൻ ഇല്ലാതാണ്. അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഡയമെൻഷൻ ഇല്ല.
അപ്പോൾ ഒരേ തരത്തിൽപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് റേഷ്യോ ആയിട്ട് വരുന്ന ഒന്നിനും ഡയമെൻഷൻസ് ഇല്ല. എക്സാമ്പിൾ റിലേറ്റീവ് ഡെൻസിറ്റി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ അവിടെ ഒരേ തരത്തിൽപ്പെട്ട രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആയിട്ട് വരുന്നതുകൊണ്ട് അവയ്ക്കൊന്നും ഡയമെൻഷൻസ് ഇല്ല. ബട്ട് ദർ ആർ സർട്ടൺ കോൺസ്റ്റൻസ് ഫോർ വിച്ച് ദർ ആർ ഡയമെൻഷൻസ്. കോൺസ്റ്റൻസും ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, അതിന് ഡയമെൻഷൻ ഉണ്ട്. അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് സ്മോൾ എച്ച് ഡയമെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് കുറേയുണ്ട്, അവയ്ക്കൊക്കെ ഡയമെൻഷൻ ഉണ്ട്. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഒരുപാട് വരാറുണ്ട്. അതിനൊന്നും നമ്മൾ ഡയമെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ പൈ എന്ന് പറയുന്ന ഡയമെൻഷൻസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അത്തരം ആംഗിൾസിനൊക്കെ ഡയമെൻഷൻസ് ഇല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ട്. റേഡിയൻ ഇസ് ദ യൂണിറ്റ് ഓഫ് ആംഗിൾ നമുക്കറിയാം. അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല എങ്കിലും യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഓരോന്നിനും ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. So what are dimensions of a physical quantity? Dimensions of a physical quantity are the powers to which the fundamental quantities are to be raised to represent the physical quantity. Example here, what is the dimension of velocity? Velocity means it is displacement by time. So dimension of velocity means L by t. L by t means L t raised to minus 1. ഇതാണ് ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. സ്പീഡിൻ്റെ ഡയമെൻഷനും ഇത് തന്നെയാണ്, കാരണം സ്പീഡും ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ സ്പീഡിൻ്റെയും വെലോസിറ്റിയും ഡയമെൻഷൻ സെയിം ആണ്. അതുപോലെ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ, മൊമെൻറ്റം വി നോ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ ഡയമെൻഷൻസ് ഓഫ് മൊമെൻറ്റം ഈസ് ഡയമെൻഷൻ ഓഫ് മാസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം. നൗ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്തായിരിക്കും? അതിനു മുമ്പ് ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ നമ്മൾ പറയണം. എന്താണ് ആക്സിലറേഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ മീൻസ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് L t raised to minus 2. This is the dimension of acceleration, and we know that force F is equal to m into a. So dimension of force means dimension of mass into dimension of acceleration. That means ml t raised to minus 2 is the dimension of force. Dimension of work. Work is the product of force and displacement in the direction of the force. So it is a dimension of F into dimension of displacement s. That means ml t raised to minus 2 into L means ml square t raised to minus 2. This is the dimension of work, and it is the same as the dimension of energy. Dimension of work and dimension of energy are the same. It is ml square t raised to minus 2. ഇനി എന്താണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ? ഡയമെൻഷൻ ഫോർമുല ഈസ് ആൻ എക്സ്പ്രഷൻ ഷോയിങ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ബേസ് ക്വാണ്ടിറ്റീസ് ഇൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ പവേഴ്സ് എന്താണെന്ന് കാണിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളിപ്പോൾ എഴുതിയ ഡയമെൻഷൻ ഓഫ് വർക്ക് ഓർ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് F is equal to ml t raised to minus 2. ഇത് ഈ കാണുന്ന ml t raised to minus 2 എന്ന എക്സ്പ്രഷനാണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ദെൻ ഡയമെൻഷൻ ഓഫ് ഇക്വേഷൻ ഈസ് ദ ഇക്വേഷൻ ഗിവിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ദ ഡയമെൻഷൻ ഫോർമുല. ഡയമെൻഷൻ ഫോർമുലയും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ ഫോഴ്സ്, ആൻഡ് ദിസ് ഇസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ വർക്ക്, ആൻഡ് ഓൾസോ ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ എനർജി, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ടോർക്ക്. അത് പിന്നീട് പഠിക്കും. ടോർക്ക് എന്ന് പറഞ്ഞാൽ F ഇൻറ്റു R എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷനാണ് വരുന്നത്. ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് എന്ന രൂപത്തിൽ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷൻ. ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് തന്നെയാണ് വർക്ക്.
അതുകൊണ്ട് ഡയമെൻഷനായിട്ട് ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയമെൻഷനും വർക്കിൻ്റെ ഡയമെൻഷനും സെയിം ആസ് ml² T⁻²-2. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ ഡയമെൻഷനുള്ള 3 ക്വാണ്ടിറ്റീസ് ഇപ്പോൾ പഠിച്ചു. വർക്കിൻ്റെ ഡയമെൻഷനും എനർജിയുടെ ഡയമെൻഷനും ടോർക്കിൻ്റെ ഡയമെൻഷനും ഒന്ന് തന്നെയാണ്. ഏതാണ്? ml² T⁻²-2. ഇനി നമ്മൾ പഠിക്കുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ the dimensions of each and every term on either side of an equation will be the same. In a correct physical equation, the dimensions of each and every term on either side of the equation will be the same. ഒരു കറക്റ്റ് ഫിസിക്കൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കാമെങ്കിൽ ഇതാണ് v = u + at. ഒരു സിംപ്ലസ്റ്റ് ഇക്വേഷനാണ്. According to this principle, the dimensions of each and every term on either side of the equation are the same. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലെ ഡയമെൻഷനും അതുപോലെ ഈ ഇങ്ങേ സൈഡിലെ 2 ടേംസിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി നമുക്കറിയാം. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്താണ്? L⁻⁻1 ആണ് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഡയമെൻഷൻ ഓഫ് ദിസ് ഈസ് ഡയമെൻഷൻ ഓഫ് ഫൈനൽ വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് ദ dimension of the initial velocity. That means u ൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും L⁻⁻1. അതുപോലെ ATയുടെ ഡയമെൻഷൻ ഓഫ് AT എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതി വായിക്കാം. ഡയമെൻഷൻ ഓഫ് AT = എന്തായിരിക്കും? ഡയമെൻഷൻസ് ഓഫ് A ഇൻറ്റു ഡയമെൻഷൻസ് ഓഫ് T എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് A മീൻസ് L⁻⁻2 and dimension of T means capital T. So this is L⁻⁻1. So we see that the dimensions of all the terms on either side of the equation are the same. The dimensions are the same and is equal to L⁻⁻1. So the given equation is dimensionally correct. ഒരു ഇക്വേഷൻ ഡയമെൻഷനായിട്ട് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പൂർണ്ണമായിട്ടും കറക്റ്റ് ആകണമെന്നില്ല. ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഡയമെൻഷനലായിട്ട് അത് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ 2 സൈഡിലെ യൂണിറ്റ്സും സെയിം ആയിട്ട് വരും എന്നുകൂടി അർത്ഥമുണ്ട് അതിന്. അപ്പോൾ ഡയമെൻഷനായിട്ടൊരു ഇക്വേഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ടേമിലെയും ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ അതിൻ്റെ പവേഴ്സ് എടുക്കുമ്പോൾ സെയിം ആയിരിക്കും ആ പവേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം യൂണിറ്റ്സും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നൗ ലെറ്റ് us check whether this equation S equals ut plus half at² is correct. ut plus half at നമ്മൾ പഠിച്ചിട്ടുണ്ട്, താഴ്ന്ന ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്. This is the displacement of an object moving with the uniform acceleration. U is the initial velocity, A is the uniform acceleration and T is the time taken. So here dimension of left hand side means the dimension of displacement, it is L. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ എല്ലാണ് നമുക്കറിയാം. ദെൻ ഡയമെൻഷൻ ഓഫ് u ഇൻറ്റു ടി എന്ന് പറയുന്നത് L⁻⁻1 ഇൻറ്റു ടി ആണ്. സോ ദാറ്റ് ഈസ് L ഇറ്റ് സെൽഫ്, അതും L തന്നെയാണ്. നൗ ഡയമെൻഷൻ ഓഫ് ഹാഫ് AT², ഒരു കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ ഇല്ല എന്ന് നമുക്കറിയാം. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, വെറും നമ്പർ മാത്രമാണ് ഹാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡയമെൻഷൻ എടുക്കുമ്പോൾ ഹാഫ് എന്നുള്ളത് അവിടെ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. അതിൻ്റെ ഡയമെൻഷൻ ഈ ടേമിൻ്റെ ഹാഫ് AT² എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എയുടെ ഡയമെൻഷൻ ഇൻറ്റു T² ഡയമെൻഷനാണത്. AT² ഡയമെൻഷനായിട്ട് പറയുമ്പോൾ സോ ദാറ്റ് ഇസ് ഈക്വൽ ടു L⁻⁻2 ഇൻറ്റു T⁻2 മീൻസ് L. അപ്പോൾ L തന്നെയാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ദ ടേംസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ ആർ ദ സെയിം. ഉണ്ടോ? L തന്നെയാണ്. സോ ദ ഗിവൺ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഇതിലൊരു പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത്, ഇത് കറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഒന്ന് 2 എന്നോ 3 എന്നോ 10 എന്നോ K എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഡയമെൻഷൻസ് എടുക്കുമ്പോൾ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇക്വേഷൻ കറക്റ്റ് ആണെന്നില്ല. സോ ഒരു ഇക്വേഷൻ ഡയമെൻഷനായിട്ട് കറക്റ്റ് ആണെന്ന് തെളിയിക്കുന്നത് അതുകൊണ്ട് ആ ഇക്വേഷൻ തന്നെ ഫിസിക്കൽ ഇക്വേഷൻ തന്നെ കറക്റ്റ് ആകണം എന്നില്ല. പക്ഷേ ഡയമെൻഷനായിട്ട് ഒരു ഇക്വേഷൻ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫിസിക്കൽ ഇക്വേഷൻ തന്നെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡയമെൻഷനായിട്ട് ശരിയാണെങ്കിൽ ആ ഇക്വേഷൻ ശരിയാകണമെന്നില്ല. പക്ഷേ ഡയമെൻഷനായിട്ട് തെറ്റാണെങ്കിൽ ആ ഇക്വേഷൻ തെറ്റാണെന്ന്
മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മൾ പറഞ്ഞു, ഏരിയയുടെ സ്വഭാവം ആ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഏരിയ എന്ന് പറയുന്നത്. അത് മീറ്റർ എന്ന് യൂണിറ്റ് വരുന്ന ക്വാണ്ടിറ്റിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആ യൂണിറ്റുകളുടെ വ്യത്യാസം കൂടി ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട്. സോ what is meant by the principle of homogeneity of dimensions? By the principle of homogeneity of dimensions, in a correct physical equation, the dimensions of each and every term on either side of the equation are the same. ഒരു കറക്റ്റ് ഫിസിക്കൽ ഇക്വേഷനിൽ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ടേം ഓൺ either side of the equation എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബേസ് ക്വാണ്ടിറ്റീസ് ഡയമെൻഷൻസ് നമ്മൾ ഓരോ ടൈമിലും എഴുതുകയാണെങ്കിൽ അത് ഇരുവശങ്ങളിലും സെയിം ആയിട്ട് തന്നെ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. Now, what are the use of dimension analysis? First use is to check the correctness of an equation. To check the correctness of an equation. To check the correctness of an equation, then to convert unit of a physical quantity, to convert the unit of a physical quantity from one system to another. To convert unit of physical quantity from one system to another. That is the second use. 3. To derive a correct relation between physical quantities. To derive a correct relation between two physical quantities. So, the uses of dimension analysis are: 1. To check the correctness of an equation, then to convert a unit of a physical quantity from one system to another, then to derive a correct relation between physical quantities. These are the uses of dimension analysis. അതിൽ ഫസ്റ്റിൻ്റെ 1-2 എക്സാമ്പിൾസ് നമ്മൾ കണ്ടതാണ്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. Can you check the correctness of the equation half mv² equals mgh? ഒരു ഇക്വേഷനാണ്, ഹാഫ് mv² equals mgh. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് നമ്മൾ ഒരു ഓബ്ജക്റ്റ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴെ എത്തുന്നതിന് മുമ്പ് അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി, അതും ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാണെന്നുള്ളതാണ്. താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ ഹാഫ് mv² ഈക്വൽസ് mgh. ഇത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് ഡയമെൻഷനായിട്ട് ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ദ ഡയമെൻഷൻസ് ഓഫ് ഹാഫ് mv²? ഹാഫ് ഒരു നമ്പറാണ്, ഡയമെൻഷൻസ് പറയേണ്ട കാര്യമില്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലത്. സോ എമ്മിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു വെലോസിറ്റിയുടെ ഡയമെൻഷൻ്റെ സ്ക്വയർ. ദാറ്റ് മീൻസ് ml² t⁻². എനർജിയുടെ ഡയമെൻഷൻ തന്നെയാണ്, കൈനറ്റിക് എനർജിയാണ്. mgh-ൻ്റെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഡയമെൻഷൻസ് ഓഫ് mgh എന്ന് പറയുന്നത് എമ്മിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M, സ്മോൾ g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയതുകൊണ്ട് l⁻², ദെൻ h ലെങ്ത് തന്നെ ആയതുകൊണ്ട് ഇൻറ്റു l. സോ വി ഗെറ്റ് ml² t⁻². സോ we see that the dimensions of both sides are the same, that is ml² t⁻². So the given equation is dimensionally correct.